2025 കർക്കിടകം, ചിങ്ങം, കന്നി മാസങ്ങളിൽ ജനിച്ച ആയില്യം നക്ഷത്രക്കാർക്ക്, ഇവിടെ നക്ഷത്രം ആയില്യമാണ്. ജനിച്ച മലയാള മാസം അറിയണം. ജനിച്ചത് ജാനുവരി 1-നാണെങ്കിൽ ഏതെങ്കിലും ഒരു കലണ്ടർ എടുത്തിട്ട് ജാനുവരി 1-ന് എന്താണ് മലയാള മാസം എന്ന് നോക്കിയാൽ മതി. ഇനി കർക്കിടക മാസം ജനിച്ചവരുടെ ഫലം നമുക്ക് നോക്കാം. അവർക്ക് ജാനുവരി മാസം ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും, കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്കെല്ലാം നല്ല മാസമാണ്. ഫെബ്രുവരി മാസം ബിസിനസ്സിന് നല്ലതാണ്, കാര്യവിജയമെല്ലാം കാണുന്നുണ്ട്, ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ഇതൊക്കെ ഓപ്പറേഷന് വേണ്ടിയിട്ട് പറ്റിയ മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്, സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും, കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടുമെങ്കിലും അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ, ഭാഗ്യ തടസ്സങ്ങൾ, ദാമ്പത്യ പ്രശ്നങ്ങൾ, വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ കാണുന്നുണ്ട്. മാർച്ച് മാസവും നല്ലതാണ്, ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്, സമൂഹത്തിൽ അംഗീകാരം കിട്ടും, കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും, അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഉല്ലാസ യാത്രകളെല്ലാം പോകാൻ പറ്റിയ മാസമാണ്, യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടാകും. പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും നല്ലതാണ്. ഏപ്രിൽ മാസം, ഏപ്രിൽ മെയ് മാസങ്ങൾ, ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങൾ ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്, പൊതുപ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനത്തിനെല്ലാം നല്ലതാണ്, എന്തെങ്കിലും പണം കിട്ടാനില്ലെങ്കിൽ എളുപ്പത്തിൽ കിട്ടും, തൊഴിൽപരമായിട്ട് നല്ലതാണ്, ജോലി കിട്ടാൻ, പ്രമോഷനെല്ലാം കിട്ടാൻ പറ്റിയ മാസങ്ങളാണ് ഏപ്രിൽ മെയ് ജൂൺ. പക്ഷേ അച്ഛനും മക്കളും ഗ്രാൻഡ് പാരൻസും എല്ലാം ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ, ചെറിയ ഭാഗ്യ തടസ്സങ്ങൾ, ടെൻഷൻ, പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല. പെട്ടെന്നുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങൾ, ശത്രുത, തടസ്സങ്ങളെല്ലാം ഇതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം, ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ എല്ലാം നോക്കണം, ചിലപ്പോൾ ട്രാൻസ്ഫർ എല്ലാം ഉണ്ടായേക്കാം. ജൂലൈ മാസം വ്യക്തിപരമായ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് നല്ലതാണെങ്കിലും അച്ഛനും മക്കളും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ, ഭാഗ്യ തടസ്സങ്ങൾ, പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല. പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങൾ, ശത്രുതയെ തടസ്സം. ആരോഗ്യ പ്രശ്നം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും തട്ടിമുട്ടി വീഴുക, അങ്ങനത്തത് അതിനുള്ള സാധ്യതയെല്ലാം കാണുന്നുണ്ട്. അനാവശ്യ ചെലവുകളെല്ലാം നിയന്ത്രിക്കണം, ചിലപ്പോൾ ട്രാൻസ്ഫർ എല്ലാം ഉണ്ടായേക്കാം, ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെയെല്ലാം ശ്രദ്ധിക്കണം. ജൂലൈ ആണ് പറഞ്ഞത്. ഓഗസ്റ്റ് മാസം കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടെല്ലാം കാര്യങ്ങൾക്ക് നല്ലതാണെങ്കിലും വ്യക്തിപരമായ കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല, ആരോഗ്യപരമായിട്ടും അത്ര നല്ലതല്ല. അതേപോലെ തന്നെ എവിടെയെങ്കിലും തട്ടിമുട്ടി വീഴാനുള്ള സാധ്യതയെല്ലാം ഉള്ളൊരു മാസമാണ്. പണം നഷ്ടപ്പെട്ടു പോകാതെ, കളവ് പോകാതെയെല്ലാം ശ്രദ്ധിക്കണം, ചിലപ്പോൾ ട്രാൻസ്ഫർ ഉണ്ടാകാം, യാത്രകളെ കൊണ്ട് പ്രയാസങ്ങളുണ്ടാകും, ഭാഗ്യ തടസ്സങ്ങളെല്ലാം ഉണ്ടാകാം, ചെറിയ ടെൻഷനെല്ലാം ഉണ്ടാകും, പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല. സെപ്റ്റംബർ മാസം പൊതുവെ മോശമായിട്ടാണ് കാണുന്നത്. അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മോശം, യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ, ഭാഗ്യ തടസ്സങ്ങൾ, പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയ മാസമല്ല. എല്ലാ കാര്യത്തിനും ഒരു തടസ്സവും ശത്രുതയും എല്ലാം ഉണ്ടാവുക, പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള തടസ്സങ്ങളെല്ലാം വന്നു ചേരുക, ഇല്ലെങ്കിൽ ആരെങ്കിലും പറ്റിക്കാൻ ചതിയിൽപ്പെടുത്താനെല്ലാം ശ്രമിക്കുക, പണം നഷ്ടപ്പെട്ടു പോവുക, കളവ് പോവുക, ഇതിനെല്ലാം സാധ്യതയുള്ളൊരു മാസമാണ് സെപ്റ്റംബർ. ഒക്ടോബർ മാസം വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ്. മാതാവിനും സഹോദരാദികൾക്കെല്ലാം നല്ലതാണ്, വീട് നിർമ്മാണത്തിന് പറ്റിയതാണ്, കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണെങ്കിലും
ഇവിടെയും പണം അനാവശ്യമായ ചെലവുകൾ സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പണം നഷ്ടപ്പെട്ടു, അനാവശ്യ ചെലവുകൾ, അല്ലെങ്കിൽ കളവ് പോവുക, യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ, ഭാഗ്യ തടസ്സങ്ങൾ, പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ശത്രുത തടസ്സങ്ങളെല്ലാം ഇതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. നവംബർ ഡിസംബർ മാസം പൊതുവെ മോശം തന്നെയാണ്. മനസ്സമാധാനക്കുറവ്, ടെൻഷൻ, വേണ്ടാതെ കേസ് വഴക്കിലൊന്നും കൊടുത്താൽ ഇടരുത്. പണം നഷ്ടപ്പെട്ടു, കളവ് പോകുക, ഇതിനെല്ലാം സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. വേണ്ടാതെ എവിടെയെങ്കിലും തട്ടിമുട്ടി വീഴാനുള്ള സാധ്യതയെല്ലാം ഉണ്ട്. മനസ്സമാധാനക്കുറവ്, ടെൻഷൻ, അച്ഛനും മക്കൾക്കും ഗ്രാൻഡ് പാരൻസിനും മാതാവിനും ഒന്നും അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതായിട്ട് തോന്നില്ല. പൊതുവെ ചെലവുകൾ, അനാവശ്യ ചെലവുകളിലൊന്നും നിയന്ത്രിക്കണം. വേണ്ടാത്ത പ്രശ്നത്തിലൊന്നും കൊണ്ട് തലയിടാതെ ശ്രദ്ധിച്ചാൽ മതി. ഇതാണ് കർക്കിടക മാസത്തിൽ ജനിച്ചവർക്കുള്ള ഫലം. ഇനി ചിങ്ങമാസം ജനിച്ചവർക്കുള്ള ഫലം നോക്കാം. അവർക്ക് ജാനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങൾ ജോലി കിട്ടാം, പ്രൊമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും, കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്കെല്ലാം വളരെ നല്ല മാസമാണ്. ജാനുവരി, മാർച്ച് മാസങ്ങളും ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹമെല്ലാം വീക്ഷിക്കുന്നവരെ കണ്ടെത്തും. ജാനുവരി മാസം പ്രത്യേകിച്ച് കേസ് വഴക്കെല്ലാം ഉണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. ടെസ്റ്റ് ഇൻ്റർവ്യൂ പോലെയുള്ളതെല്ലാം വളരെ നല്ലതാണ്. പക്ഷേ ജാനുവരി മാസത്തിൽ ചെറിയ മനസ്സമാധാനക്കുറവ്, ടെൻഷനും അപ്രതീക്ഷിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും എല്ലാം ഉണ്ടാക്കിയേക്കാം. ഏപ്രിൽ, മെയ് മാസങ്ങൾ പൊതുവെ ജോലി കിട്ടാം, പ്രൊമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ നല്ലൊരു മാസമാണ്. ജോലി, പ്രൊമോഷൻ, ഇത്തരം കാര്യങ്ങൾക്കെല്ലാം വളരെ നല്ലതാണ്. ചിലപ്പോൾ ജോലി കിട്ടും, ചിലപ്പം പ്രൊമോഷൻ കിട്ടും. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങൾ, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങൾ ബിസിനസ് പരമായ കാര്യങ്ങൾക്ക് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത് വളരെ നല്ല സമയമാണ്. അതേപോലെ തന്നെ കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. ഷെയർ മാർക്കറ്റിലെല്ലാം നിക്ഷേപിക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും. രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക്, പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ്. പക്ഷേ അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം. ചിലപ്പോൾ ട്രാൻസ്ഫർ എല്ലാം ഉണ്ടായേക്കാം. ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ എല്ലാം നോക്കണം. പല അഗ്രിമെൻറ്റിൽ ഒപ്പിടുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. സെപ്റ്റംബർ വരെയുള്ളത്. ഒക്ടോബർ, നവംബർ, ഡിസംബറും അതേപോലെ തന്നെ ബിസിനസ് പരമായ കാര്യങ്ങൾക്ക് വളരെ നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ്. വിദേശത്തേക്കെല്ലാം പോകാൻ ഉദ്ദേശിക്കുന്നത് വളരെ നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്ക്, രാഷ്ട്രീയ പ്രവർത്തകർക്കെല്ലാം വളരെ നല്ല മാസമായിട്ടാണ് കാണുന്നത് ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങൾ. അതേസമയം സഹോദരാദികൾക്കും എല്ലാം വളരെ നല്ലതാണ്. പക്ഷേ ഒക്ടോബർ മാസത്തിൽ, ഈ മാസങ്ങളിൽ അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം. ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ ഒന്ന് ശ്രദ്ധിച്ചോളണം. അത്രമാത്രമേ വേണ്ടൂ. ഒക്ടോബർ മാസത്തിൽ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങളോ ശത്രുതയോ കണ്ടേക്കാം. ഡിസംബർ മാസത്തിൽ ചെറിയ മനപ്രയാസങ്ങളെല്ലാം ഉണ്ടാക്കിയേക്കാം. പൊതുവെ നോക്കുമ്പോൾ ഈ ചിങ്ങമാസം ജനിച്ചവർക്ക് ബിസിനസ് പരമായ കാര്യങ്ങൾക്കും തൊഴിൽപരമായ കാര്യങ്ങൾക്കും എല്ലാം ആദ്യം തൊട്ട് അവസാനം വരെ നല്ലതായിട്ട് കാണുന്നത്. ആദ്യത്തെ മാസങ്ങൾ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും നല്ലതാണ്. ഇതാണ് ചിങ്ങമാസത്തിൽ ജനിച്ചവർക്കുള്ള ഫലം. ഇനി കന്നിമാസം ജനിച്ചവരുടെ കാര്യം നോക്കാം. അവർക്ക് ജാനുവരി മാസം പൊതുവെ അച്ഛനും മക്കളും മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക്, സഹോദരങ്ങളുമായിട്ടെല്ലാം ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ, ഉല്ലാസയാത്രയെല്ലാം പോകാൻ പറ്റിയ നല്ലൊരു മാസമാണ്. വീട് നിർമ്മാണത്തിന് നല്ലതാണ്. വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാൻ വിൽക്കാൻ പറ്റിയ മാസമാണ്. മാതാവിന് നല്ലതാണ്. ബിസിനസ് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിനെല്ലാം നല്ല മാസമാണ്. പക്ഷേ അപ്രതീക്ഷിതമായിട്ടുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും കണ്ടേക്കാം.
ഫെബ്രുവരി മാസം ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടുമെങ്കിലും കേസ് വഴക്കിനൊന്നും പോകരുത്. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല, വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ കാണുന്നുണ്ട്. മാർച്ച് ഏപ്രിൽ മാസങ്ങൾ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. മനസ്സമാധാനമുള്ള ഒരു മാസമാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്, വിവാഹം അന്വേഷിക്കുന്നത് കണ്ടെത്തും. ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണെങ്കിലും മാർച്ച് മാസത്തിൽ കേസ് വഴക്കിനൊന്നും പോകരുത്. ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല. മാർച്ച് മാസം പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കണ്ടേക്കാം. മെയ് മാസം അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ, ഉല്ലാസ യാത്രയെല്ലാം പോകാൻ പറ്റിയ നല്ലതാണ് മാസമാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്, വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ്. പക്ഷേ പെട്ടെന്നുള്ള ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ശത്രുത അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങൾ ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും, കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്, വിവാഹം അന്വേഷിക്കാൻ കണ്ടെത്തും. പക്ഷേ പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട്. അതേപോലെ തന്നെ അനാവശ്യ പ്രശ്നങ്ങളിലൊന്നും തലയിടരുത്. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു. ചിലപ്പോൾ ട്രാൻസ്ഫറെല്ലാം ഉണ്ടായേക്കാം. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങൾ പൊതുവെ ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്, വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. വ്യക്തിപരമായിട്ടെല്ലാം വളരെ നല്ല മാസമാണ്. കുടുംബപരമായിട്ടൊന്നും മോശമല്ല. പക്ഷേ പെട്ടെന്നുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. അനാവശ്യ ചെലവുകൾ കാണുന്നുണ്ട്. ആരെങ്കിലും പറ്റിക്കാനും ചതിയിൽപ്പെടാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് അതെല്ലാം ഒഴിവാക്കണം, അതെല്ലാം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അനാവശ്യ ചെലവുകളും നിയന്ത്രിക്കണം. നവംബർ മാസം ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്, വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. പക്ഷേ അലച്ചിലുകൾ, ആരെങ്കിലും പറ്റിക്കുക, ചതിയിൽപ്പെടുക, വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. സഹോദരാദികൾക്കൊന്നും അത്ര നല്ല മാസമല്ല. പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട്. ഡിസംബർ മാസം ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്, വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ്. വീട് നിർമ്മാണത്തിന് പറ്റിയതാണ്. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. മാതാവിന് നല്ലൊരു സമയം നല്ലതാണ്. പക്ഷേ മക്കളും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രം നല്ലതല്ല. പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും മനസ്സമാധാന കുറവുമെല്ലാം കാണുന്നുണ്ട്. അനാവശ്യ ചെലവുകളെല്ലാം നിയന്ത്രിക്കണം.